ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്നലെ ഗെയിം ഓപ്പൺ ചെയ്യാൻ നോക്കിയപ്പോൾ എനിക്ക് ഗെയിം ഓപ്പൺ ചെയ്യാൻ സാധിച്ചില്ല. അതായത് ഞാൻ ലോഗിൻ ചെയ്തപ്പോൾ എനിക്ക് ഇങ്ങനെ ഈ ലോഡിംഗ് സ്ക്രീൻ ഒരുപാട് നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. ഞാൻ ഇന്നലെ എൻ്റെ ഫ്രണ്ട്സിനോട് ഈ കാര്യം പറഞ്ഞപ്പോൾ അവരും പറഞ്ഞത് ഇതുപോലെ തന്നെയായിരുന്നു. അതായത് അവർക്കും ഗെയിം ഓപ്പൺ ചെയ്യാൻ സാധിച്ചില്ല എന്നാണ് ഫ്രണ്ട്സ് പറഞ്ഞത്. സോ ഇതുപോലെ ഒരുപാട് പ്ലേയേഴ്സ് അനുഭവിക്കുന്ന ഒരു കാര്യമാണ് ഫ്രീ ഫയർ ഓപ്പൺ ചെയ്യാൻ സാധിക്കാത്ത ഒരു ഇഷ്യൂ. സോ നമ്മൾ ഇന്ന് ഇവിടെ കാണാൻ പോകുന്നത് എങ്ങനെ നമുക്ക് എല്ലാവർക്കും ഫ്രീ ഫയർ ഓപ്പൺ ചെയ്യാം. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും എങ്ങനെ ഇഷ്യൂ പരിഹരിക്കാം എന്നൊരു വീഡിയോ ആണിത്. സോ നമുക്ക് നോക്കാം. അതുമാത്രമല്ല, നമുക്ക് വൈഫൈ കണക്ട് ചെയ്തിട്ട് ഗെയിം ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഗെയിം ഓപ്പൺ ചെയ്യാൻ സാധിക്കും. ബട്ട് നമ്മൾ ജിയോ സിം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഗെയിം ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുന്നതെങ്കിൽ നമുക്ക് ആകെ ഇഷ്യൂ ആണ് ഗൈസ്. ഗെയിം ഓപ്പൺ ചെയ്യാൻ സാധിച്ചില്ല. വൈഫൈ ഒന്നും ഇല്ലാത്തവർ നമ്മൾ ആദ്യം തന്നെ ഇവിടെ DNS എന്ന് സെർച്ച് ചെയ്യുക നമ്മുടെ സെറ്റിംഗ്സിൽ സെർച്ച് ബാറിൽ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും പ്രൈവറ്റ് DNS എന്ന് കാണാൻ സാധിക്കും. അവിടെ നമുക്ക് താഴെ മൂന്നാമത്തെ ഓപ്ഷൻ പ്രൈവറ്റ് DNS പ്രൊവൈഡർ ഹോസ്റ്റ് നെയിം എന്ന് കാണാൻ സാധിക്കും. പ്രൈവറ്റ് DNS പ്രൊവൈഡർ ഹോസ്റ്റ് നെയിമിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ താഴെ കുറച്ച് കാര്യങ്ങൾ എഴുതി വെക്കണം. DNS.google എന്ന് നമ്മളെല്ലാവരും എഴുതി വെക്കുക, ടൈപ്പ് ചെയ്യുക. എന്നിട്ട് നമുക്ക് എല്ലാവർക്കും സേവ് ചെയ്യാം. സേവ് ചെയ്താൽ നമ്മുടെ ജോലി പൂർത്തിയായിരിക്കുകയാണ്. നമുക്കിനി സിമ്പിൾ ആയിട്ട് ഫ്രീ ഫയർ ഓപ്പൺ ചെയ്യാം. ഓക്കെ, നമുക്കിനി ഫ്രീ ഫയർ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മുടെ ട്രിക്ക് വർക്ക് ആവുന്നുണ്ടോ നോക്കാം. അതിനുവേണ്ടി നമ്മളെല്ലാവരും ജസ്റ്റ് ഒന്ന് ഫ്രീ ഫയർ ഓപ്പൺ ചെയ്യുകയാണ്. നമ്മുടെ ഗെയിം ഇപ്പോൾ ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് ലോഡിംഗ് ഒന്നും ആവുന്നില്ല ഗൈസ്. നമുക്ക് സിമ്പിൾ ആയിട്ട് ചെറിയൊരു ട്രിക്ക് ചെയ്താൽ നമുക്ക് ഇത് വർക്ക് ചെയ്താൽ നമുക്ക് എല്ലാവർക്കും സിമ്പിൾ ആയിട്ട് ഫ്രീ ഫയർ ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. നമ്മൾ ഈ DNS.google എന്ന ഈ ഒരു ട്രിക്ക് ഉപയോഗിച്ചിട്ട് നമുക്കൊരു ലാഗൊന്നും ഇല്ലാതെ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇപ്പോൾ കാണുന്ന പോലെ തന്നെ നമുക്ക് സിമ്പിൾ ആയിട്ട് ഗെയിം നല്ല ഫാസ്റ്റ് ആയിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ലോഡിംഗ് സ്ക്രീനൊക്കെ ഓപ്പൺ ആവുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് അഭിപ്രായം കമന്റ് ബോക്സ് അറിയിക്കുക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.